ഇത് വളരെ അധികം വിഷമത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഇപ്പം നമ്മൾ കടയിൽ എപ്പോഴും വീഡിയോ കണ്ടിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് കടയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ട് സംസാരിക്കാറുണ്ട്, നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതെ, അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇന്ന് വൈകുന്നേരം ഞാൻ ചുമ്മാ കമൻറ്റുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ അതിനകത്തൊരു കമൻറ്റ്, ഒരു കസ്റ്റമർ, എനിക്ക് ഏതാ കസ്റ്റമർ എന്നുള്ളത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അവരുടെ പരാതി എന്താണെന്ന് വെച്ചാൽ അവർ കമൻറ്റ് ചെയ്തേക്കുന്നത്, ഇവർ പറ്റിക്കൽസാണ്, നിങ്ങളാരും പ്രൊഡക്റ്റ് വാങ്ങിക്കരുത്, ഞാൻ പറ്റിക്കപ്പെട്ടു എന്നാണ് കമൻറ്റ്. അവർ എന്ത് രീതിയിലാണ് അവർ പറ്റിക്കപ്പെട്ടേക്കണെന്നുള്ളത് അറിയില്ല. ഞാൻ ആ കമൻറ്റ് വായിച്ചിട്ടുണ്ട്. അതെ, ഏത് രീതിയിലാണ് പറ്റിക്കപ്പെട്ടതെന്ന് ഞാൻ അവരോട് കമൻറ്റ് ബോക്സിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 35 വർഷമായി. എൻ്റെ ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഷോപ്പാണ്. അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഒരു 50 സ്റ്റാഫുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ആ വീഡിയോ കിട്ടപ്പോൾ കണ്ടിട്ടുണ്ടാവും കുറേ സ്റ്റാഫുകളൊക്കെ. അപ്പോൾ ഈ സ്റ്റാഫുകളൊക്കെ വരുന്നത് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ആൾക്കാരാണ്. അവരൊന്നും വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളല്ല, വളരെ സാധാരണക്കാരാണ്. നമ്മുടെ ഷോപ്പും അതേപോലെ തന്നെ വളരെ സാധാരണക്കാരെ കൂടുതലും ബേസ് ചെയ്തിട്ടുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ മാർജിൻ ഇട്ടിട്ട് പ്രൈസ് ഇടാറില്ല. വളരെ ചെറിയ മാർജിനിൽ ഒട്ടുമിക്ക പൗരർക്കൊക്കെ അറിയാൻ കാര്യമാണ്. അതെ, വിൽക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ചില കസ്റ്റമേഴ്സിന് കടയിൽ വരുമ്പം ഉണ്ടാകുന്ന പ്രോബ്ലംസ്, ചിലപ്പം സ്റ്റാഫ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തില്ല. ഇതൊക്കെ നമ്മൾ ഈ 50 സ്റ്റാഫിന് മെയിൻറ്റെയിൻ ചെയ്യുമ്പം അതിൽ ഒരാൾ മോശം കാണിച്ചാൽ മതി, നമുക്ക് ചീത്തപ്പേരുണ്ടാവും. ഈ 49 പേരും നല്ല സ്വഭാവക്കാരായാലും അതിൽ ഒരാൾ മതി. അപ്പോൾ അത് നമ്മൾ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാം റെഡിയാക്കാനായിട്ട്. എന്നിരുന്നാലും മനുഷ്യനല്ലേ, സാധാരണക്കാരല്ലേ, പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ബാക്കി കൂടെ ചെയ്യണം. അതെ, ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ ഞാൻ സ്റ്റാഫിനോട് ചോദിച്ചു, നിങ്ങൾ സെയിൽസിൽ പാഷനേറ്റ് ആയിട്ട് വരുന്നവർ കൈവെക്കാൻ പറഞ്ഞു. ഈ 50 സ്റ്റാഫിൽ ഒരാൾ പോലും കൈവെക്കില്ല. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളാരും സെയിൽസിൽ പാഷനേറ്റ് ആയിട്ട് വരുന്നവരല്ല, ജീവിത സാഹചര്യം കൊണ്ട് വരുന്നവരാണല്ല. അതെ, അവർ ജീവിക്കാൻ വേണ്ടി ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിലാണ് ഷോപ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഓൺലൈനിൽ ഈ ചെറിയ സെയിൽ കൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ഷോപ്പിനെ നിലനിർത്തി കൊണ്ടുപോകാനൊന്നും പറ്റില്ല. നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നതിനോടൊപ്പം നമ്മൾ ഓൺലൈൻ ചെയ്യുന്നു, പിന്നെ കുറച്ച് ആളുകൾ ഷോപ്പിലേക്ക് കൂടുതലായിട്ട് വരുന്നു എന്നുള്ള ഇതിലേക്ക് അപ്പുറം ഓൺലൈനൊന്നുമില്ല. നമ്മൾ വളരെ എന്താ പറയുക, സന്തോഷത്തോടുകൂടി നിങ്ങൾക്കൊരു സർവീസ് ചെയ്യുന്നു ഓൺലൈനിൽ. അപ്പം ഇതിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ ദയവ് ചെയ്തിട്ട് ഈ പോസ്റ്റിന്റെ താഴെ കമന്റ് ചെയ്യണം. ഇനി മോശം അഭിപ്രായങ്ങൾ ഉള്ളവരും ധൈര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് അറിയാലോ. അപ്പം എങ്കിലാണ് ഞങ്ങളുടെ പോരായ്മകൾ പരിഹരിച്ചിട്ട് ഞങ്ങൾക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വേറൊന്നുമില്ല, നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. നമ്മളെ ചെറിയൊരു സ്ഥാപനമാണ്, ഞങ്ങളും സാധാരണക്കാരാണ്, സാധാരണക്കാരുടെ ഷോപ്പാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഒന്നും കൂടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്തെങ്കിലും പോരായ്മകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ബൈ.